ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജാനുവരി 11 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പി ജയചന്ദ്രൻ, എമിനന്റ് പ്ലേബാക്ക് സിംഗർ നോൺ ആസ് എ ഭാവഗായകൻ, ഡൈസ് അറ്റ് 80 ആഫ്റ്റർ ലോങ് ഇൽനെസ്. അപ്പോൾ ഇൽനെസ് ആയിട്ട് ഉണ്ടായിരുന്ന പി ജയചന്ദ്രൻ, എമിനന്റ് പ്ലേബാക്ക് സിംഗറായ പി ജയചന്ദ്രൻ അന്തരിച്ചു എന്നാണ് ന്യൂസ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അവാർഡ്സ് ഒക്കെ നേടിയിട്ടുണ്ട്. നാഷണൽ ഫിലിം അവാർഡ്, അതേപോലെ കേരള ഗവൺമെൻറ് JC ഡാനിയൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ പി ജയചന്ദ്രൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UP ഗവൺമെൻറ് ആൻഡ് ഗൂഗിൾ ക്ലൗഡ് ലോഞ്ച് AI പവേർഡ് അഗ്രി നെറ്റ്വർക്ക്. അപ്പോൾ UP ഗവൺമെൻറ്റും ഗൂഗിൾ ക്ലൗഡും കൂടിയിട്ട് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് അഗ്രികൾച്ചർ നെറ്റ്വർക്കാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദ UP ഗവൺമെൻറ് ഹാസ് സൈൻഡ് ആൻ MOU വിത്ത് ഗൂഗിൾ ക്ലൗഡ് ടു ലോഞ്ച് ദ ജെമിനി പവേർഡ് ബീക്കൺ എനേബിൾഡ് ഉത്തർപ്രദേശ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI imposes monetary penalty on a Belgaum District Revenue Employees Cooperative Bank Limited, ബെൽഗോം കർണാടക. അപ്പോൾ RBI മോണിറ്ററി പെനാൽറ്റി ചുമത്തിയിരിക്കുകയാണ് ബെൽഗോം ഡിസ്ട്രിക്ട് റവന്യൂ എംപ്ലോയീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൻ്റെ മേൽ. ബെൽഗോം കർണാടകയിലാണ് അതുള്ളത്. അവരുടെ മേൽ, ആ ബാങ്കിൻ്റെ മേൽ മോണിറ്ററി പെനാൽറ്റി ഓഫ് 50,000 രൂപയാണ് ചുമത്തിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ, അതായത് certain directions issued by RBI, നോ യുവർ കസ്റ്റമറിൻ്റെ മാനദണ്ഡങ്ങൾ, ചില മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിൻ്റെ പേരിലാണ് ഈ മോണിറ്ററി പെനാൽറ്റി RBI ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിന്യൂ ബൈ ലോഞ്ചസ് സ്മാർട്ട് ടേം പ്ലാൻ സിംപ്ലിഫയിങ് ടേം ഇൻഷുറൻസ് ഫോർ ഇന്ത്യൻ കൺസ്യൂമേഴ്സ്. അപ്പോൾ റിന്യൂ ബൈ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്മാർട്ട് ടേം പ്ലാൻ സിംപ്ലിഫയിങ് ടേം ഇൻഷുറൻസ് ഫോർ ഇന്ത്യൻ കൺസ്യൂമേഴ്സിൻ്റെ ടേം ഇൻഷുറൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്സ് ടു ഓഫ് ലോഡ് 11,500 crore rupees NPAs ടു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസ്. അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഓഫ് ലോഡ് ചെയ്യാൻ പോവുകയാണ് 11,500 crore rupees NPAs അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനീസിന് അത് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DSP മ്യൂച്വൽ ഫണ്ട് ലോഞ്ചസ് ഇൻഡസ്ട്രി ഫസ്റ്റ് BSE സെൻസെക്സ് നെക്സ്റ്റ് 30 ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഫണ്ട്. അപ്പോൾ ETF-ഉം അതേപോലെ ഇൻഡെക്സ് ഫണ്ടും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് DSP മ്യൂച്വൽ ഫണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം. അതിൻ്റെ പേര്, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബ് ആൻഡ് IIMA വെഞ്ചേഴ്സ് ലോഞ്ച് സ്വനാരി ടെക് സ്പ്രിന്റ് 3.0 ടു എംപവർ വുമൺ സെൻട്രിക് ഫിൻടെക് സ്റ്റാർട്ടപ്സ്. അപ്പോൾ വുമൺ സെൻട്രിക് ഫിൻടെക് സ്റ്റാർട്ടപ്സിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്ബും IIMA വെഞ്ചേഴ്സും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സ്വനാരി ടെക് സ്പ്രിന്റ് 3.0. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. SCCI സെക്യൂർസ് എക്സലൻറ്റ് റേറ്റിംഗ് ഇൻ MOU പെർഫോമൻസ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2023-24. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2023-24 പീരീഡിൽ SCCI എക്സലൻറ്റ് റേറ്റിംഗ് നേടിയിരിക്കുകയാണ്. എക്സലൻ്റ് എന്നുള്ള റേറ്റിംഗ് നേടിയിരിക്കുകയാണ്. MOU പെർഫോമൻസ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് SCCI എക്സലൻറ്റ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിപ്പോൺ ലൈഫ് ലോഞ്ചസ് ഇറ്റ്സ് എ ഫസ്റ്റ് ഫണ്ട് ഫ്രം ഗിഫ്റ്റ് സിറ്റി ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നിപ്പോൺ ലൈഫ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ഫണ്ട് ഫ്രം ഗിഫ്റ്റ് സിറ്റി ഫോർ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ശ്രീ പീയൂഷ് ഗോയൽ ലോഞ്ചസ് 8th എഡിഷൻ ഓഫ് എ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, പീയൂഷ് ഗോയൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് 8th എഡിഷൻ ഓഫ് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ.
അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഈ പേജിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ലെബനൻസ് പാർലമെൻറ്റ് ചൂസസ് ആർമി കമാൻഡർ ജോസഫ് ഔൺ ആസ് എ പ്രസിഡന്റ് എൻഡിങ് എ 2-year ഡെഡ്ലോക്ക്. അപ്പോൾ ആർമി എന്താ പറയുന്നത്, ലെബനൻ്റെ പാർലമെൻറ്റ് ആർമി കമാൻഡർ ജോസഫ് ഔണിനെ പ്രസിഡൻ്റായിട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. എൻഡിങ് എ 2-year ഡെഡ്ലോക്ക് എൻഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ലെബനൻസ് പാർലമെൻറ്റ് വോട്ടഡ് ടു എലക്ട് ദ കൺട്രീസ് ആർമി കമാൻഡർ ജോസഫ് ഔൺ ആസ് എ ഹെഡ് ഓഫ് സ്റ്റേറ്റ് ഫില്ലിംഗ് എ മോർ ദാൻ 2-year ലോങ് ഗ്യാപ്പ് വാക്വം. അപ്പോൾ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നില്ല. സോ 2-year പീരീഡിൽ കഴിഞ്ഞ 2 വർഷം ഇപ്പോൾ അത് എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയൊരു പ്രസിഡന്റ് വന്നിരിക്കുകയാണ് ലെബനൻ എന്ന് പറയുന്ന രാജ്യത്തിന്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ബോയ് ബോൺ ഇൻ ഐസോൾ ബിക്കംസ് ഇന്ത്യാസ് ഫസ്റ്റ് ജെൻ ബീറ്റ ബേബി. India celebrated the birth of its first generation beta baby, Frankie Ramrudika Zadeng, was born at Zynod Hospital in Dirtlang, Aizawl, Mizoram, marking the beginning of a new generation era. The baby boy weighed 3.12 kg of birth and was confirmed to be in good health by Sister Lachu of Hospital's Loma Ward. Generation Beta refers to children born between 2025 and 2039. അപ്പോൾ ജനറേഷൻ ബീറ്റ ജനറേഷൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് 2025 തൊട്ടിട്ട് 2039 വരെയുള്ള ആ പീരീഡിൽ ജനിച്ചവർ ജനറേഷൻ ബീറ്റ എന്നാണ് പറയുന്നത്. സോ ആസ് ഡിഫൈൻഡ് ബൈ ഫ്യൂച്ചറിസ്റ്റ് ഇത് പറഞ്ഞത് മാർക്ക് മെക്കിൻഡ്രേൽ ആണ്. ദ ന്യൂ കൊഹോർട്ട് സക്സീഡ് ജനറേഷൻ ആൽഫ 2010-24. അപ്പോൾ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത് 2010 to 24 ആണ്. ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു റെപ്രസെൻറ്റ് 16% ഓഫ് ഗ്ലോബൽ പോപ്പുലേഷൻ ബൈ 2035. 2035 ആകുമ്പോഴേക്കും അത് 16% ഓഫ് ഗ്ലോബൽ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജനറേഷൻ ബീറ്റ വിൽ ഗ്രോ അപ്പ് ഇൻ ആൻ എറ വേർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ. അപ്പോൾ ഈ ജനറേഷൻ ബീറ്റ ഗ്രോ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ്റെ ഇടയിലാണ്. ആൻഡ് അതർ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ആൻഡ് ആർ സീംലെസ്ലി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ഡെയിലി ലൈഫ്, ഇൻഫ്ലുവൻസിങ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, വർക്ക് പ്ലേസസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ജനറേഷൻ ബീറ്റയിലത്തെ ഫസ്റ്റ് ചൈൽഡ് ജനിച്ചു ഐസോളിലാണ്, മിസോറാമിൻ്റെ ഐസോളിലാണ് ജനിച്ചത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.